Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്നത്തെ റെസിപ്പി നമുക്ക് സ്പെഷ്യൽ ആട്ടോ. ഇപ്പം ഞാൻ ഈയിടയ്ക്കായിട്ട് ഒരു ഇച്ചിരി പണിയുള്ള ഏർപ്പാടാണ് തരുന്നത് അല്ലേ. അതെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി നമ്മൾ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് ജോലി ചെയ്യേണ്ട പണികളാണ് തരുന്നത്. മറ്റേ എളുപ്പ വഴി ഇച്ചിരി വിട്ടു എന്ന് വിചാരിക്കരുത്. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ അതും പറഞ്ഞു തരും. പക്ഷേ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. സ്പെഷ്യൽ റെസിപ്പി എന്ന് പറഞ്ഞാൽ കയ്യബദ്ധം വന്നിട്ട് നമ്മൾ അതിനെ ഒന്ന് മേക്കപ്പ് ചെയ്യലേ എന്ന് പറഞ്ഞ കൂട്ട് ചെയ്തെടുത്ത ഒരു റെസിപ്പിയാണ്. പക്ഷേ അത് എന്നാ പറയുന്നത് കണ്ണുപൊട്ടൻ മാവേലെറിയുമ്പോൾ മാങ്ങ കിട്ടുമെന്നൊക്കെ പറയുന്ന കൂട്ട് എനിക്ക് കിട്ടിയൊരു സാധനമാണ്. പക്ഷെ അത് ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു. പിള്ളേരും മേട്ടനും ഒക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഈ റെസിപ്പിയുടെ പേരെന്താണെന്നറിയാമോ? പക്ഷെ ആ കുൽച്ചയല്ല ഇപ്പം ചെയ്യാൻ പോകുന്ന കുൽച്ച. പിന്നെ അതിനകത്ത് ഫില്ലിംഗ് ആണെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. അതിനൊരു എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു ചേരുവയാണ് ചേർക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീട്ടിലില്ലാത്തതൊന്നുമല്ല ഞാൻ ചേർക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് ഞാൻ ആ ചിക്കന് മാരിനേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്നറിയാമോ? ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കുൽച്ച ഉണ്ടാക്കാം. കുൽച്ചയ്ക്കാണെങ്കിൽ ഒരു ഇച്ചിരി ജോലിയാന്ന് വെച്ചാൽ അത് ചുട്ടെടുക്കുന്ന താമസമേ ഉള്ളൂ. പക്ഷെ ചിക്കൻ ആണെങ്കിലും വെന്ത് വന്നിട്ട് അതൊന്ന് ഫ്രൈ ആവുന്ന താമസമേ ഉള്ളൂ. അതിന് വലിയ പാടൊന്നുമില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഒരു ഇച്ചിരി പാട്, ഒത്തിരി ഒന്നുമില്ല, ഒരു ഇച്ചിരി. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ ഒത്തിരി സാധനം വേണം എന്ന് പറഞ്ഞാൽ പേടിക്കണ്ട, നമ്മുടെ വീട്ടിലുള്ള സാധനമാ. അതെന്നാക്കിയാ വേണ്ടിയെന്ന് എഴുതിയെടുത്തോ. രണ്ടും കൂടെ കൺഫ്യൂഷൻ ആവല്ലേ. കുൽച്ചയുടെയും ചിക്കൻ്റെയും കൂടെ കൺഫ്യൂഷൻ ആവല്. എഴുതുമ്പം ഇപ്പം മാരിനേഷൻ ഫോർ ദ ചിക്കൻ എന്ന് മാത്രം എഴുതി വെച്ചാൽ മതി. പിന്നെ കുൽച്ചയുടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് മാരിനേഷൻ ഉള്ളത് എഴുതിക്കോ. ഇത് കുറച്ച് ചിക്കൻ ബ്രസ്റ്റ് മേടിച്ച് വെച്ച് അതിന് ഇങ്ങനെ ഫിഷ് ഫിംഗർ സ്ട്രൈപ്ഡ് ആയിട്ട് ഞാനിങ്ങനെ മുറിച്ചേക്കുക. പിന്നെ വേണ്ടിയത് കുറച്ച് കട്ടിത്തൈര്, കുറച്ച് ഇഞ്ചി പേസ്റ്റ് അരച്ചത്, പിന്നെ കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ വേണ്ടിയത് കുറച്ച് ബ്ലാക്ക് സോൾട്ട്, പിന്നെ ഇച്ചിരി നാരങ്ങ നീര് വേണം, കുറച്ച് മല്ലിപ്പൊടി വേണം, പിന്നെ കുറച്ച് ഗരം മസാല വേണം, പിന്നെ കുറച്ച് ജീരകപ്പൊടി വേണം, കുറച്ച് മുളക് പൊടി, അത് കാശ്മീരി മുളക് പൊടി തന്നെ വേണം, പിന്നെ വേണ്ടിയത് കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതിനകത്ത് ഞാൻ റെഡ് ചില്ലി ഫ്ലേക്സ് ഇടാത്ത എന്നാന്ന് വെച്ചാൽ ഞാൻ പറയല്ലേ എപ്പോഴും എനിക്ക് ഇച്ചിരി കുരുമുളകിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇഷ്ടമേ. അന്നേരം ഞാനിവിടെ എനിക്ക് ഒത്തിരി എരിവ് ഇഷ്ടമല്ല. പിള്ളേർക്ക് കൊടുക്കുവാന്നേലും എരിവ് കൂടിപ്പോയാലൊന്നും അവർ അധികം കഴിക്കുകയല്ലേ. അന്നേരം ഞാനിവിടെ എടുത്തേക്കുന്നത് പൊടിച്ച കുരുമുളക് പൊടിയാണ്. പിന്നെ കുറച്ച് ഉപ്പ്, ഇത്രയേ ആവശ്യമുള്ളൂ. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെയല്ലേ. അന്നേരം പിന്നെ ഈ പറഞ്ഞ കൂട്ട് അയ്യോ ഇനി എന്നാ എടുക്കും എന്നൊക്കെ ആലോചിച്ചിട്ട് ടെൻഷനേ വേണ്ട. അപ്പം ഇനി നമുക്ക് അത് മാരിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇതിനകത്തോട്ട് ചിക്കൻ ഇടുക, പിന്നെ കുറച്ച് തൈര് ചേർക്കുക, ചിക്കൻ എത്രയാണ് എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ആ അളവിന് ചേർത്തേച്ചാൽ മതിയേ. ഇഞ്ചി വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ വീതം. ഇതിന് പക്ഷെ ഒരൊറ്റ കാര്യമുണ്ട്, ബോൺലെസ്സേ ഒക്കത്തുള്ളൂ. മറ്റേ ബോണോടുകൂടി മേടിച്ചാൽ ഊക്കിയല്ല. പിന്നെ കുറച്ച് വെളുത്തുള്ളിയുടെ പേസ്റ്റ്, പിന്നെ വേണ്ടിയത് കുറച്ച് ഉപ്പ്, അത് മറ്റേ ഉപ്പല്ല, നമ്മുടെ ബ്ലാക്ക് സോൾട്ട്. സ്മോക്ഡ് ഫ്ലേവർ എന്തോരം വേണം എന്നുള്ളത് നോക്കിയേച്ചും ചേർത്തേച്ചാൽ മതി. പിന്നെ വേണ്ടിയ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഒരു ഇച്ചിരി ഗരം മസാല, പിന്നെ ജീരകപ്പൊടി അറിയാലോ, ഫ്ലേവർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ. പിന്നെ വേണ്ടിയത് കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. കുരുമുളകിന്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇച്ചിരി കൂടുതൽ അങ്ങ് ചേർത്തോ, കുഴപ്പമൊന്നുമില്ല.
പിന്നെ ഈ ഉപ്പിടുമ്പം ഇച്ചിരി എന്നാ പറയുന്നത് ഒരു കുറച്ചിട്ടേച്ചാൽ മതിയേ. കാരണം എന്നാ വെച്ചാൽ ബ്ലാക്ക് സോൾട്ടിന് ബേസിക്കലി ഇച്ചിരി ഉപ്പിൻ്റെ എന്താ പറയുക അത് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആണ്. അന്നേരം ഇച്ചിരി ഉപ്പിട്ട് കുറച്ചിട്ടേച്ചാൽ മതി. ഇത് കഴിഞ്ഞിട്ട് ഇനി വേണ്ടിയത് കുറച്ച് നാരങ്ങാനീര്. അപ്പം തൈര് ചേർക്കുമ്പോൾ എപ്പോഴും സൂക്ഷിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുളിയുള്ള തൈര് ഉപയോഗിക്കേണ്ട, പുളി ഇല്ലാത്ത ഉപയോഗിച്ചാൽ മതി. കാര്യം വെച്ചാൽ നാരങ്ങാനീരിന് ഇച്ചിരി പുളിയുള്ളതാണ്. ഇതിനെ നല്ലതായിട്ടൊന്ന് കുഴച്ച് അഥവാ നമ്മളിപ്പോൾ ചേർത്തേക്കുന്ന ഒക്കെ ഉണ്ടല്ലോ ഒരു ഇച്ചിരി ഉപ്പോ എരിവോ എന്നതേലും ഒന്ന് കുറവാന്നേൽ എന്നാ എപ്പോഴാണ് ചേർക്കേണ്ടതെന്ന് അറിയാമോ? അത് നമ്മുടെ ചിക്കൻ ഒന്ന് വെന്ത് ഒരു ഹാഫ് വേവ് ആവുമ്പോഴത്തേന് ഒന്ന് നോക്കിയേക്കണം എണ്ണത്തിൻ്റെ കുറവാവുള്ളതെന്ന് വെച്ചാൽ അതങ്ങ് ചേർത്തേച്ചാൽ മതി. അല്ലാതെ ഇപ്പം ചേർത്ത് കഴിഞ്ഞാൽ എന്നാ പറ്റുന്നതെന്ന് വെച്ചാൽ ചിക്കൻ വെന്ത് നമ്മൾ ചേർത്തേക്കുന്ന എല്ലാം അതിൽ പിടിച്ചു കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടോ ഉപ്പോ എരിവോ പുളിയോ എന്നേലും ഒക്കെ ഒന്ന് മാറിപ്പോയിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ഏത് ഇൻഗ്രീഡിയൻറ്റ് ഏത് റെസിപ്പി ചെയ്യുവാന്നേലും ഏത് ഡിഷ് ചെയ്യുവാന്നേലും ഹാഫ് വേവ് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഉപ്പും പുളി നോക്കാവുള്ളൂ. അപ്പം നമുക്ക് അതിനെ ബാലൻസ് ചെയ്യാൻ നോക്കും. ഇതിനാന്നേലും ഒരു ഇച്ചിരി ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് വെള്ളം, അതായത് നമ്മുടെ ചിക്കനെ ഒന്ന് വെള്ളം ഊറാൻ വേണ്ടി കുറച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ വാക്ക് പറഞ്ഞ പോലെ ചെയ്യുവാന്നേ, കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യുക. നേരത്തെ നമ്മൾ ചിക്കൻ അങ്ങ് വേവിക്കാനിട്ടില്ലേ, അത് ഞാൻ അങ്ങനെ വേവിച്ചു. പക്ഷെ ഒരു കാര്യം അതിനകത്ത് എക്സ്ട്രാ ഞാൻ ചെയ്ത് എന്നാന്ന് വെച്ചാൽ അത് ഒറ്റ സ്ട്രെച്ചിന് അങ്ങ് ചെയ്തു പോയതാട്ടോ. എന്നാന്ന് വെച്ചാൽ ഞാൻ ആ ചിക്കനെ ഇച്ചിരി ഒന്ന് മുരിച്ചെടുത്തു. അതെങ്ങനെയാന്ന് വെച്ചാൽ വേണ്ടേ ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ അങ്ങ് മുരിച്ചെടുത്തേ. ഇതിനകത്ത് ഇത് നമ്മൾ മുരിച്ച ഞാൻ കാണിച്ചില്ല, ഇതിനകത്ത് ഒരു ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ടേക്കാം. ഇച്ചിരി മുരിച്ചെടുക്കുന്ന എന്നാത്തിനെന്നറിയാവോ, ആ ഒരു വെന്ത് കഴിയുമ്പോഴത്തേന് ആ അരപ്പിനൊക്കെ ഒരു റോ ടേസ്റ്റ് ഉണ്ടാവും. ആ ടേസ്റ്റ് അങ്ങ് മാറാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ഇച്ചിരി ചിക്കൻ ഒത്തിരി ഒന്ന് വറുത്തിരുന്നാലുണ്ടല്ലോ അതിനൊരു ഇച്ചിരി പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് ബേസിക്കലി എല്ലാവർക്കും ഇച്ചിരി ചിക്കൻ ഫ്രൈ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇച്ചിരി ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അന്നേരം ഞാൻ ഇച്ചിരി അത് മുരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണം, അതായത് പച്ചമണം അല്ല, ആ അരപ്പിൻ്റെ ഒരു റോ ടേസ്റ്റ് അങ്ങ് മാറി അതങ്ങനെ ഇരിക്കട്ടെ. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുൽച്ച. കുൽച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുന്നേ ചെയ്ത കുൽച്ച ഏതാന്ന് വെച്ചാൽ ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയാൻ മേല. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് നമ്മൾ മൈദയും ക്യാരറ്റും ഒക്കെ ഇട്ട് കുഴച്ച് ഒരു കുൽച്ച ഉണ്ടാക്കിയായിരുന്നേ. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് മൈദ വേണ്ടാന്ന് വിചാരിച്ചു. അന്ന് വെച്ചാൽ നമ്മളൊരു സ്പെഷ്യൽ കുൽച്ചയാണ് ചെയ്യാൻ പോകുന്നത്. ഒരു ഓപ്ഷൻ കൂടി തരാം കേട്ടോ. ഇത് വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഉണ്ടാക്കാൻ പോകുന്ന കുൽച്ച കംപ്ലീറ്റ്ലി ഒരു സാലഡ് കൂട്ടിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി വെജിറ്റേറിയൻകാർക്ക് ഒരു പരാതി വേണ്ടല്ലോ, 2 in 1, അതായത് ഇന്നത്തെ റെസിപ്പി കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കുൽച്ചയ്ക്ക് വേണ്ട ഒരു സാധനം എന്നാന്ന് വെച്ചാൽ ഇതിപ്പോൾ ചപ്പാത്തി മാവ, അത് കുഴച്ച് വെച്ചേക്കുക. ഒരു ഇച്ചിരി ചൂടുവെള്ളം ചേർത്തേച്ച് കുഴച്ചത്, അപ്പോൾ ഇച്ചിരി സോഫ്റ്റ് ആവും. പിന്നെ വേണ്ടിയത് കുറച്ച് സവാള, അത് കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക. പിന്നെ വേണ്ടിയത് കുറച്ച് പച്ചമുളക്, അതും കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക. പിന്നെ ഒരു ഇച്ചിരി മല്ലിയില, പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി. ഇനി ഇതെന്നാന്നോ, ഇതൊരു ഇച്ചിരി പനീറാന്നു. പനീർ മസ്റ്റൊന്നും അല്ല ഇടണമെന്ന്, പക്ഷെ ഇച്ചിരി ഇട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല. ഒരു വെജിറ്റേറിയൻകാർക്ക് കുറച്ചൊരു എന്നാ പറയുക, ഒരു ടേസ്റ്റ് ഡിഫറൻസ് അല്ലേ. അപ്പോൾ അത് വേറെ ഒരു കറിയും വേണ്ട അതിൻ്റെ കൂടെ. ഇനി എന്നാ ചെയ്യേണ്ടത്, നമ്മൾ എല്ലാ ദിവസവും മിക്കപ്പോഴും വീട്ടിലെല്ലാവരും ചപ്പാത്തിയല്ലേ ഉണ്ടാക്കുന്നത്. അന്നേരം എന്നും ഒരു ചപ്പാത്തി ഉണ്ടാക്കി വെച്ച് നമ്മൾ എന്നേലും ഒരു കറിയും കൂടെ ചെയ്യും. അതിന് പകരം ഇന്നൊരു സാലഡ് മാത്രം ഉണ്ടാക്കി വെച്ച് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചപ്പാത്തി ഉണ്ടാക്കിയെടുത്ത് നോക്കിയേ, എന്നാ ടേസ്റ്റാണെന്നറിയാവോ. വേറെ ഒരു കറിയും വേണ്ട, ചിക്കനും വേണ്ട, മുട്ടയും വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈവൻ നോൺ വെജിറ്റേറിയൻകാർക്ക് പോലും ഇത് ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഇനി നോക്കണ്ടേ. ഇനി എന്നാ ചെയ്യുന്നതെന്നറിയാവോ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ഒരു ബൗളിലാക്കി വെച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് നമ്മുടെ സവാള അരിഞ്ഞു വെച്ചേക്കുന്ന സവാള മുഴുവൻ ഇടണേ. മുഴുവൻ എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് നമ്മൾ എത്ര മാവ കുഴച്ചേക്കുന്നതെന്ന് വെച്ചാൽ അതിനകത്തുള്ള ഫില്ലിംഗ് ആയതേ. അന്നേരം എത്ര ഫില്ലിംഗ് എത്ര മാവ കുഴച്ചേക്കുന്നതെന്ന് വെച്ചാൽ അത് ചേർക്കുക. പിന്നെ കുറച്ച് പച്ചമുളക്,
പിന്നെ വേണ്ടിയത് കുറച്ച് മല്ലിയില, പിന്നെ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി മതി. പിന്നെ വേണ്ടി എന്നാന്ന് വെച്ചാൽ നമ്മുടെ മല്ലിപ്പൊടി. ഇതിനെ ഇച്ചിരി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു. നമ്മൾ ഈ ഗോതമ്പൊടിയല്ലേ കുറച്ച് ഉപ്പിട്ടേച്ചു അല്ലേ നമ്മൾ കുഴയ്ക്കുന്നേ. അന്നേരം പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് എന്താ പറയുന്ന ഒരു ഇച്ചിരി ഉപ്പില്ലേ അതിട്ടേച്ചാ മതി. ഇത് ഇച്ചിരി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അല്ലേലുണ്ടല്ലോ ചപ്പാത്തി മാവിനകത്തോട്ട് നമ്മൾ വെച്ച് പരത്തുമ്പത്തേന് ഇച്ചിരി ഒന്ന് പൊട്ടിപ്പോവും. നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ നമ്മുടെ പനീർ ഇതിനകത്തോട്ട് ഗ്രേറ്റ് ചെയ്തിടണം. ഇതിപ്പോൾ ഗ്രേറ്റ് ചെയ്തിടാൻ ഒത്തില്ലേലും എന്നാ ചെയ്യണമെന്നോ ഇച്ചിരി അങ്ങോട്ട് എന്നാ പറയുന്നത് നമ്മൾ കൈ വെച്ച് പൊടിക്കുകയല്ലേ എന്ന് പറഞ്ഞ് പൊടിച്ചിട്ടേച്ചാലും മതി. ചപ്പാത്തി കുൽച്ച മാത്രം കഴിക്കുന്നവരാന്നേലും പനീർ ഇച്ചിരി കൂടുതലിട്ടോ നല്ലയാ, ഒരു കുഴപ്പമില്ല. എന്നാലേ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഉണ്ടാകത്തുള്ളൂ. ഇത് പക്ഷേ നമ്മൾ ചിക്കനും കൂടി ഇതിനകത്ത് റോൾ ചെയ്യുമല്ലേ, അന്നേരം പിന്നെ ആ ചിക്കനും ഹെവിയാ, ഇച്ചിരി പനീർ ആന്നേലും എല്ലാം ഒരു ഹെവി അല്ലേ, അന്നേരം പിന്നെ ഒത്തിരി ഇതിനകത്ത് ഇടണ്ട. ചിക്കനും കൂടെ ഉള്ളതുകൊണ്ട് വെജിറ്റേറിയൻകാരാന്നേ നോക്കല്ലേ, ആ ഫുൾ പനീറും അങ്ങ് ഇട്ടു. ഇനിയാന്നു നെക്സ്റ്റ് നമുക്ക് ഈ ചപ്പാത്തി മാവ് ഒരു ഇച്ചിരി ചപ്പാത്തിയുടെ വലുപ്പത്തിൽ, ചപ്പാത്തിക്ക് നമ്മൾ കുഴച്ചിട്ട് അതിനുള്ള ബോളാക്കുമല്ലേ എന്ന് പറഞ്ഞു കൂട്ട് അത്ര വലുപ്പത്തിൽ ഒരു ബോളാക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ ചപ്പാത്തി ഒന്ന് പരത്തിയെടുക്കാവേ. ഫുൾ പരത്തണ്ട, ഇച്ചിരി. ഇത്രയും പരത്തി വെച്ചും ഇതിനകത്തോട്ട് കുറച്ച് ഫില്ലിങ് വെക്കും. തിരിച്ച് പാക്ക് ഇതങ്ങ് ചപ്പാത്തിയുടെ ഉരുള പോലെ തന്നെ ആക്കാം. നമ്മുടെ ആ ചപ്പാത്തിക്കകത്ത് ഒരു ഇച്ചിരി കൂടുതൽ മാവ് തന്നെ ഇട്ടോ, അല്ലേലും ഉണ്ടല്ലോ അത് പൊട്ടിപ്പോരും. അതുകൊണ്ട് മാവ് ഇട്ടു എന്ന് പറഞ്ഞ് ടെൻഷൻ ആക്കണ്ട, അതിന് സമാധാനത്തിൽ പരത്തിയേച്ചാൽ മതി. കാരണം അത് ഫില്ലിംഗ് ഉണ്ട്, നേരെ പൊട്ടി പോവാൻ ചാൻസ് ഉണ്ട്. സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുക. ഇതേ കൂട്ട് നമുക്ക് ബാക്കി എല്ലാം ഇതേപോലെ തന്നെ ബാക്ക് ടു ചപ്പാത്തി ആ ഷേപ്പ് തന്നെ വരണം, എന്നാലേ നമുക്ക് റോൾ ചെയ്യാനുള്ള ഒരു സ്ഥലം കിട്ടത്തുള്ളേ. അന്നേരം അതേപോലെ തന്നെ ചപ്പാത്തിയുടെ ആ വലുപ്പത്തിൽ തന്നെ വേണം. ഇതേപോലെ എല്ലാ ചപ്പാത്തി. ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഫുൾ ചുട്ട് വെച്ച് വെച്ചാൽ അടുത്ത കാര്യം ചെയ്യാൻ നോക്കുള്ളൂ. അപ്പൊ നമുക്ക് ചപ്പാത്തി ചൂടാവേ.
ആദ്യം പരത്തിയിടുന്നത് ആദ്യം ചുട്ടോണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മളെ ആ ഉള്ളിയിൽ ഒക്കെ വെള്ളമില്ലേ ചപ്പാത്തിയിൽ പിടിക്കും, അന്നേരം പിന്നെ ഒട്ടും ഒന്നിനൊന്നായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആദ്യം പരത്തുന്നത് ആദ്യം ചുട്ടോണം. ചപ്പാത്തി കുഴിച്ചുണ്ടാക്കുമ്പോഴത്തേക്കുണ്ടല്ലോ എപ്പോഴും ഒരു കാര്യം ആലോചിക്കണം. നമ്മൾ കല്ലേൽ ചപ്പാത്തി ഇട്ടേച്ച് അത് ഇച്ചിരി ഒന്ന് അപ്രവശം കല്ലേ കിടക്കുന്ന ഭാഗമില്ലേ, ആ ഭാഗം ഇച്ചിരി ഒന്ന് വാടിയതിന് ശേഷം മറിച്ചിട്ടിട്ട് അത് വാടിയ ഭാഗത്തോട്ട് വേണം ആദ്യം എണ്ണ തൂക്കാനേ. അല്ലാതെ ഇപ്പറേ ആദ്യം തൂക്കല്ല. എന്നാന്ന് വെച്ചാൽ തൂത്താൽ ഇത് പൊട്ടിപ്പോവും. അതുകൊണ്ട് പിന്നെ നമുക്ക് അതിനെ റോൾ ചെയ്യാൻ ഒക്കിയല്ല. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിച്ചോണം. അല്ലെങ്കിൽ തന്നെ ഫോർ ദ ന്യൂ കാമേഴ്സ്, അമ്മമാർക്കൊക്കെ അറിയാം, ഈ പറഞ്ഞ കൂട്ട് ആദ്യമായിട്ട് അടുക്കളയിൽ കയറുവാന്നേൽ എപ്പോഴും ശ്രദ്ധിച്ചോണം. ചപ്പാത്തി കല്ലേ ഇട്ടേച്ച് മറിച്ചിടുക. ആ വാടിയ ഭാഗത്തോട്ട് വേണം ആദ്യം എണ്ണ തേക്കാനേ, അല്ലെങ്കിൽ ചപ്പാത്തി കുളമായി പോകും. ഇങ്ങനെ കുൽച്ചയൊക്കെ ഉണ്ടാക്കുവാന്നേൽ പ്രത്യേകം അത് ശ്രദ്ധിച്ചേ ഒക്കത്തുള്ളൂ. ഇപ്പം ഇവിടെ എൻ്റെ കയ്യിൽ ഞാൻ ചുട്ട ചപ്പാത്തി എല്ലാം റെഡിയാ, നമ്മുടെ കുൽച്ച റെഡിയാ, പിന്നെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയാ. ഇനി ഞാൻ പറയാത്ത രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചേക്കുന്നത്. അതെന്നാന്ന് വെച്ചാൽ കുറച്ച് ഞാൻ പുതിന ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഇപ്പം ചോദിച്ചാൽ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആ പോവും. അപ്പോൾ അത് പിന്നെ അതിലും ഭേദം എന്നാന്ന് വെച്ചാൽ നമുക്ക് വേറെ ഒരു എപ്പിസോഡിൽ ഞാനത് പറഞ്ഞു തരാം. പിന്നെ അമ്മമാർക്കൊക്കെ അറിയാം ഈ പുതിന ചട്നി ഉണ്ടാക്കാനൊക്കെ നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ അറിയാം. ഉണ്ടാക്കി വെച്ച് ഞാൻ എന്നാ ചെയ്തതെന്നറിയാവോ, ഇതിനകത്ത് ഒരു ഇച്ചിരി തൈര് ഒഴിച്ചേക്കുക. അതാ ഈ കളർ ലൈറ്റ് ഷെയ്ഡ് വന്നേക്കുന്നത്, വേറെ ഒന്നും ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടില്ല. പിന്നെ എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ കുറച്ച് നമ്മുടെ ഉള്ളി വട്ടത്തിലരിഞ്ഞതാണേ, അത് റിങ്സ് ആയിട്ട് തന്നെ എടുക്കണം. പിന്നെ വേണ്ടിയത് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ്. പിന്നെ ഇതെന്നാന്നറിയാവോ, കുറച്ച് പുളിയില്ലേ നമ്മുടെ വാളംപുളി, ആ വാളംപുളി വെച്ചേച്ച് ചെയ്തേക്കുന്ന ഒരു ചമ്മന്തിയാണ്. അത് സത്യം പറഞ്ഞാൽ ചിലർക്കത് ഉണ്ടാക്കാൻ അറിയാവേ. ഞാൻ എന്നാ ചെയ്യുന്നതെന്നറിയാം, എളുപ്പ പണിയാണ്. അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അതിൻ്റെ ഒരു ചമ്മന്തി പോലെ ഒരു പേസ്റ്റ് വാങ്ങിക്കാൻ കിട്ടും. അതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. ഇത് ഞാൻ പലതവണയായിട്ട് ഉണ്ടാക്കിയേച്ചു അട്ട ഫെയിലിയർ ആയിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇനി മെനക്കെടുന്നതിലും ഭേദം മേടിക്കുക തന്നെയാണ്. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിനെക്കാട്ടിലും ഇതിനകത്ത് കുറച്ച് ഫ്ലേവേർഡൊക്കെ മിക്സ്ഡ് ആണ്. അന്നേരം ആ ഫ്ലേവറും കൂടെ കയറുമ്പോഴത്തേനും നമ്മുടെ റോളിനൊരു എന്നാ പറയുന്നത്, ഞാൻ പറഞ്ഞ ടേസ്റ്റ് അറിയാൻ നോക്കിയല്ല, ഉണ്ടാക്കി നോക്കിയാലേ ഒക്കത്തുള്ളൂ. പക്ഷെ പറയുവാന്നേലോ എന്നാ ടേസ്റ്റാണെന്നറിയാവോ, ഈ സന്ധ്യ നേരത്തൊക്കെ കഴിക്കാൻ നേരം എനിക്കൊന്നും വയ്യ പറയാൻ. ഇനി ഞാൻ അടുത്ത് എന്നാ ചെയ്യാൻ പോകുന്നതെന്നറിയാം, ഇതിനെ നമുക്കൊന്ന് ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ റോള് ചപ്പാത്തിക്കകത്തോട്ട് ഈ പറഞ്ഞ എല്ലാവരെയും കൂടെ ഒന്ന് നിരത്തിയേച്ച് ചുരുട്ടിയാൽ മതി, വേറെ പരിപാടിയൊന്നുമില്ല. പക്ഷേ വരാൻ പോകുന്ന പ്രശ്നം എന്നറിയോ, നമ്മൾ ഇതിനകത്ത് ഓൾറെഡി കുറച്ച് സാധനം ഫിൽഡ് ആന്നു. അപ്പം നമ്മളിങ്ങനെ ചുരുട്ടുമ്പോഴത്തേനും ഉണ്ടല്ലോ അത് ഇച്ചിരി പൊട്ടി പോകാനായിട്ട് ഇടയുണ്ട്. അന്നേരം ഞാൻ എന്നാ ചെയ്യുന്നത്, നമ്മുടെ സിൽവർ ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ ഏതായാലും മതി, അതിനകത്തോട്ട് ആദ്യം ഒന്ന് റോൾ ചെയ്തേച്ച് ഇതിനകത്ത് വെച്ച് റോൾ ചെയ്ത് നമ്മൾ ചുരുട്ടിയാൽ മതി. അപ്പം പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലായില്ലല്ലോ, അപ്പം ഞാൻ കാണിച്ചു തരാം. ആദ്യം ഒരു ചപ്പാത്തി എടുത്തു, ഇതിനകത്തോട്ട് കുറച്ച് ഫില്ലിങ്, ആദ്യത്തെ നമ്മുടെ ചിക്കൻ ഉണ്ടാക്കി വെച്ചേക്കുമല്ലേ
ആ ഫില്ലിംഗ് സ്ട്രെയിറ്റ് ആയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഉള്ളി ഞാൻ വട്ടത്തിൽ അരിഞ്ഞു വെച്ചേക്കുക. അന്നേരം അതിനെ റിംഗ് ആക്കി തന്നെ എടുക്കണം. കാര്യം എളുപ്പമാക്കാൻ വേണ്ടി ചുമ്മാ എന്നേലും ചെയ്തേക്കല്ല, ഇതേ കൂട്ട് തന്നെ ചെയ്യണം കേട്ടോ. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ്. പിന്നെയാന്നു നമ്മുടെ പുതിന ചട്നിയില്ലേ, അതിൻ്റെ മേലിൽ 2-3 ഡ്രോപ്സ് ഒഴിക്കുക. ഫ്ലേവർ ഇഷ്ടമാകുന്നതിൽ കൂടുതൽ ഒഴിച്ചോളൂ. പിന്നെ ഇതിൻ്റെ മേലിൽ കുറച്ച് പുളിയിഞ്ചി എന്നാണ് നമ്മളിത് പറയുക. നമുക്കിവിടെയൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത് അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതിനെ ഇച്ചിരി കട്ടിയായിട്ടാണ് നമുക്കത് കിട്ടുന്നത് അതിൻ്റെ പാക്കിൽ. അതിനെന്നാ ചെയ്യണമെന്നോ, ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് വെച്ച് ഇച്ചിരി ലൂസാക്കി വെച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ ലൂസാക്കുമ്പോഴത്തേനും ഒത്തിരി അങ്ങ് ലൂസായി പോകല്, നല്ലതായിട്ടൊന്ന് എന്താ പറയുക ഒരു തിക്കായിട്ട് ലൂസാക്കിയാൽ മതി. പിന്നെ വെച്ചാൽ അതിനെ ഒന്ന് റോൾ ചെയ്യണം. ഞാനിതിനെ റോൾ ചെയ്തു. ഇനി ഫോയിൽ പേപ്പറിൽ നമ്മൾ അതിനെ റോൾ ചെയ്യുമ്പോൾ കുറച്ച് ടൈറ്റ് ചെയ്തങ്ങ് റോൾ ചെയ്തോളൂ. എന്നുവെച്ചാൽ മുട്ടായിയുടെ കവറൊക്കെ നമ്മൾ വരുവല്ലേ എന്ന് പറഞ്ഞ കൂട്ട് ഒരു ഫാഷൻ ഇങ്ങനെ അങ്ങോട്ട് ചുരുട്ടി വെച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. ഇതേപോലെ റോൾ ചെയ്തെടുക്കുക. അന്നുവെച്ചാൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് നടുഭാഗത്ത് വെച്ച് മുറിച്ച് വെച്ചും പ്രസൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി. ബട്ടർ പേപ്പർ ആന്നേൽ ഇത് കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ആയിട്ടിരിക്കും. ഇത് ഒത്തിരി സ്പെഷ്യൽ അല്ലേ, അന്നേരം ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ, കളയല്ലേ. പിന്നെ അമ്മമാരോടൊക്കെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നമ്മളിപ്പോൾ വീട്ടിലിപ്പോൾ സപ്പോസ് ഫോർ എക്സാമ്പിൾ ഒരു 10 ചപ്പാത്തി ഉണ്ടാക്കിയെന്ന് വെച്ചോ, അന്നേരം അമ്മമാർക്കുള്ളൊരു ക്യാരക്ടർ എന്താണെന്നറിയോ, ഈ 10 ചപ്പാത്തി തയ്ക്കാൻ വേണ്ടി വെച്ച് ഈ ഫില്ലിംഗ് അഡ്ജസ്റ്റ് ചെയ്യും. അതൊന്നും ചെയ്യല്, പിള്ളേർക്കൊക്കെ കൊടുക്കുന്ന അതൊന്ന് നിറച്ച് കൊടുത്തോ. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ മുട്ടായി അല്ലേ, മുട്ടായി പോയിട്ട് കവർ ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോട്ടെ റോള് കഴിക്കാനായിട്ട് ഇന്ന് വരാൻ പോകുന്ന ഗസ്റ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞോ ഇല്ലല്ലോ. ഇതിൻ്റെ ഇടയിൽ പറഞ്ഞാൽ അന്നേൽ ഈ പറഞ്ഞ കൂട്ടെല്ലാം നമ്മൾ പല സ്റ്റെപ്പായിട്ടാണ് ചെയ്തേക്കുന്നത്, അത് കൺഫ്യൂഷൻ ആവും. ഇനിയിപ്പോൾ പറയാം, ടെൻഷനില്ല. ഇന്നിവിടെ വരാൻ പോകുന്ന ഗസ്റ്റ് ആരാന്ന് വെച്ചാൽ പ്രശസ്ത പിന്നണി ഗായിക, TV ആങ്കർ ആയിരുന്നു. എല്ലാ നിലയിലും വെറവ് ഷീ ടച്ചസ് അവിടെ എല്ലാം നല്ലതായിട്ടാണ് വന്നേക്കുന്നത്. അപ്പം ഇന്ന് വരുന്ന ഗസ്റ്റ് ആരാന്നറിയോ, അഖില ആനന്ദാണെന്ന് വരുന്നേ. കുറെ നാളായില്ലേ നമുക്കൊരു പാട്ടുകാരിയോ പാട്ടുകാരനോ ഒക്കെ വന്നിട്ട്, ഒത്തിരി നാളായില്ലേ നമ്മളൊരു പാട്ട് കേട്ടേച്ച്. അത് ഈ പറഞ്ഞ കൂട്ട് നമ്മൾ TV-യിൽ നമ്മുടെ റേഡിയോയിൽ നമ്മൾ കേട്ടുകൊണ്ടാണ് നമ്മൾ ഈ ജോലി ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് അഖിലയായിട്ട് ഒരുപാട് പാട്ട് കേൾക്കണം. അഖില ഒറ്റയ്ക്കല്ല വരുന്നത് കേട്ടോ, ഹസ്ബൻഡും കൂടെ ഉണ്ട്. അപ്പം നമ്മൾ സ്പെഷ്യൽ തന്നെ നമ്മുടെ കിച്ചണിൽ നിന്ന് കൊടുക്കണം. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ മുട്ടായി അല്ലെങ്കിൽ സ്പെഷ്യൽ റോള് തന്നെ കൊടുത്തേക്കാം അല്ലേ. ഞാനേ അത് പ്രസൻറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ മുട്ടായി ഒന്ന് മുറിച്ച് ഇങ്ങനെ വെച്ചാൽ കുറച്ചുകൂടി നല്ല, അല്ലെങ്കിൽ ഒരു മുഴുത്തൊരു മുട്ടായി കൊടുക്കുമ്പോൾ ഒരു ഗുണം ഉണ്ടാവില്ല. എന്തായാലും മുറിച്ചിട്ട് കൊടുക്കുക. അമ്മമാരൊന്നും കഞ്ചൂസത്തരം കാണിക്കല്ലേ. പിള്ളേർക്കൊക്കെ നിറച്ച് ചിക്കനൊക്കെ വെച്ചേച്ച് വേണം കൊടുക്കാൻ. അമ്മമാർക്ക് ഞാൻ ഉൾപ്പെടെ ഉണ്ട് കേട്ടോ, എനിക്ക് ആ സ്വഭാവം ഉണ്ട്, അതൊന്നും ചെയ്യാൻ പാടില്ല. ബി നൈസ്. നമസ്തേ നമസ്തേ, ഹലോ, കം 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 കം, വെരി നൈസ് ടു മീറ്റ് യു. ഹലോ. കൈ തോന്നുന്നു ഭയങ്കര ജിമ്മാന്ന് തോന്നുന്നു. ആ ഒരു ഷേക്ക് ഹാൻഡില് നോക്കണ്ട് പോകുന്നുണ്ട് ബോഡി ബിൽഡിങ്ങിന്. തോന്നി 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 വേണ്ട, ഇത് സോഫ്റ്റ് ആയിരുന്നു, അത് ഇച്ചിരി ഒരു. എന്നാണ്ട് വിശേഷം? നല്ല വിശേഷം ചേച്ചി, ഒരുപാട് സന്തോഷം. ഞാൻ TV-യിലൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ, പിന്നെ സിനിമയിലും. ചേച്ചി ഇങ്ങനെ കുക്ക് ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കരമായിട്ട് കൊതി ആവാറുണ്ട്. കാണുമ്പോഴേ മനസ്സിലാവും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണെന്ന്. കൊതി വരാറുണ്ട്. തീർച്ചയായിട്ടും. ഹസ്ബൻഡ് കുക്ക് ചെയ്യുന്നത് മാത്രമല്ല, ചേച്ചി സംസാരിക്കുന്ന കാണുമ്പോഴും ഭയങ്കര രുചിയായിട്ടാണ് ചേച്ചി സംസാരിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. വെള്ളം ഉണ്ടാക്കി തന്നു.
ഇതൊന്നും ഉണ്ടാക്കി തരില്ല. എന്നുവെച്ചാ ഇത്ര കാര്യമായിട്ട് ഞാൻ പറയുന്നതിന്റെ വളരെ മോശമാക്കില്ല. എനിക്ക് പേരുദോഷം ഉണ്ടാക്കും ഇപ്പൊ ഈ കുഞ്ഞല്ലേ പറയണം കേട്ടോ. അത് കണ്ടാ മാത്രം പോരാ. കുക്ക് ചെയ്യില്ലാന്ന് പറയുന്നത് ഇതിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ ഉണ്ടാക്കി തരത്തില്ല. അങ്ങനെ കണ്ടിട്ട് പരീക്ഷണങ്ങളൊന്നും ചെയ്യാറില്ല. തന്നെ കുക്ക് ചെയ്യും. അത്യാവശ്യം കുക്ക് ചെയ്യും. എന്നാ നല്ല ചെയ്യുന്നത്? നോൺ വെജ്, വെജ്? നോൺ വെജ് ആണ്. നോൺ വെജ് എല്ലാം ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. അഖിലയുടെ ബെസ്റ്റ് ഡിഷ് ഏതാ? ഡിഷ് നല്ല ചായ നന്നായിട്ട് ഉണ്ടാക്കും. ചായ. ഓക്കേ. 3 നേരവും ചായ ആണോ കുടിക്കുന്നേ? ചായ പിന്നെ ദോശയും ചമ്മന്തിയൊക്കെ. ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കൂലേ? ഏറ്റവും ബെസ്റ്റ് ദോശയും ചമ്മന്തിയൊക്കെ ഏറ്റവും നല്ലത്. എനിക്ക് അതാ ഏറ്റവും ഇഷ്ടം. ചിക്കൻ കറി കൊള്ളാം. ഇങ്ങനെ ഞാൻ കോംപ്രമൈസ്. ഇനി വീട്ടിൽ ചെന്നിട്ട് മോനെ അതിന് മേലെ നമുക്ക് നല്ല വർത്താനം പറയാം. സോ ഹാപ്പി എന്റെ ഷോ കാണുന്നതിൽ. ഐ എം സോ ഹാപ്പി. പിന്നെ എന്റെ ഒരു കാര്യം കൂടെ പറയട്ടോ. എന്റെ കിച്ചണിനകത്ത് കുറച്ച് നാളായി എനിക്കൊരു പാട്ടുകാരിയെ കിട്ടിയിട്ട്. അതുകൊണ്ട് മാക്സിമം ഞാനൊന്ന് യൂട്ടിലൈസ് ചെയ്തേച്ച് ഇവിടത്തുള്ളൂ കേട്ടോ. എനിക്ക് ഇഷ്ടമാണോ പാട്ട് കേൾക്കാനും ഒക്കെ അല്ലേ. അതുകൊണ്ട് ഞാൻ ഇത്രയും നേരം ദിവസം സമാധാനിച്ച് എന്റെ റേഡിയോ ഒക്കെ കേട്ടോണ്ടിരിക്കുവായിരുന്നു. ഇനി എനിക്ക് എന്തായാലും ഒരു പാട്ടുകാരിയെ കിട്ടി ഞാൻ മാക്സിമം പാടിപ്പിക്കാം അല്ലേ. എവിടെ വർക്ക് മുന്നേ? ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ICICI Prudential. ഓ അത് ശരി. ഓക്കെ. തപ്പിയെടുത്തതാണോ അറേഞ്ച് ചെയ്ത് കിട്ടിയതാണ്? വെരി ഗുഡ്. അപ്പൊ ഡീറ്റെയിൽ ഉണ്ട്. വരും നമുക്ക് അവിടെ ഇരിക്കാം. വരുവാന്നല്ലേ പറഞ്ഞു. അന്നേരം ഇന്ന് ഇച്ചിരി സ്പെഷ്യൽ സാധനമാ ചെയ്തേക്കുന്നത്. എന്താണ് ഇനി കൊതിന്ന് നേരിട്ട് അറിയാലോ എന്നാ കഴിക്കാനും ഒക്കെ ഒരു അവസരം കിട്ടിയതല്ലേ അല്ലേ. അന്നേരം പിന്നെ നമുക്കത് മിസ് ചെയ്യണ്ട. എന്തായാലും ഒരു കാര്യമുണ്ട്. ഇത് തരണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഡീൽ ഉറപ്പിച്ചാ നമ്മളിവിടെ വന്നിരുന്നത്. ഐശ്വര്യ ഒരു പാട്ട് പാടിത്തരൂ. ഒരു പാട്ടും ഞാൻ പാടിയ പാട്ട് പാടാം. ഞാൻ ഫസ്റ്റ് പാടുന്നത് അശ്വാരൂഢൻ എന്ന സിനിമയിലാണ്. ജാസി ഗിഫ്റ്റ് ആണ് എൻ്റെ മ്യൂസിക്. ജയരാജ് സാറാണ് ഡയറക്റ്റ് ചെയ്തത്. ഈഞ്ചക്കാട് ബാലചന്ദ്രൻ സാറിൻ്റെ വരികൾ. ഒരു ഡുവറ്റ് സോങ് പാടിക്കൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഫിലിമിൽ എനിക്കൊരു എൻട്രി കിട്ടുന്നത്. അത് പാടാം. അഴകാലിലെ മഞ്ഞച്ചരടിലെ പൂത്താലി മഴവില്ലിൻ കസവുലയും മുകിൽ പുടവ ചുറ്റി കുന്നിമണിക്കോലു സണിഞ്ഞ് വയൽ കിളി വരവായി കുരുന്നീല പടർപ്പിനുള്ളിൽ കുളിർമൊഴി ഒഴുകി ഏഴഴകായി പൂങ്കവിളിൽ ചിന്നി നിന്നാണം എൻ കരളിൻ താഴ്വരയിൽ ചെമ്പകപ്പൂമഴ. എന്നാ സന്തോഷം പറയാം. എത്ര ദിവസം ഒരു പാട്ട് കേട്ടത്. ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് പാട്ട്. നമ്മള് എങ്ങനെയാ സ്ട്രെയിറ്റ് ആയിട്ട് ഫിലിമിലേക്ക് വരുവാന്നോ അതോ വല്ല ഞാൻ ട്രാക്ക് പാടിയുള്ള പരിചയമൊന്നും ഇല്ലായിരുന്നു. ആദ്യമേ തന്നെ ചെറിയ ചെറിയ റെക്കോർഡിങ്സ് 1-2 പാടിയിട്ടുണ്ടായിരുന്നു. ചെറിയ ഡിവോഷണൽ ആൽബംസിലും അല്ലാതെ ചെറിയ കുട്ടികളുടെ കവിതകൾ അങ്ങനെയൊക്കെ പാടിയുള്ള വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലായിരുന്നു. വളരെ യാദൃശ്ചികമായിട്ടാണ് എനിക്ക് സിനിമയിലൊരു പാട്ട് പാടാനുള്ള അവസരം. പാടിയ പാട്ട് ആരെങ്കിലും ജാസി ഗിഫ്റ്റ്സ് ഒക്കെ കേട്ടായിരുന്നു? ശരിക്കും ജയരാജ് സാറാണ് എനിക്ക് ഈ പാട്ട് പാടാനുള്ള അവസരം തരുന്നത്. ഞാൻ ആദ്യം ഇതുപോലെയുള്ള ചാനൽ പ്രോഗ്രാംസ് ഒക്കെ ആങ്കർ ചെയ്തിരുന്നു. കുറേ കാലം പ്രോഗ്രാംസ് ഒക്കെ ആങ്കർ ചെയ്തിരുന്നു. അങ്ങനെ തന്നെ സ്റ്റേജ് ഷോസും ഒക്കെ ആങ്കർ ചെയ്യുമായിരുന്നു, ലൈവ് ഷോസൊക്കെ. അപ്പോൾ ഒരു പ്രോഗ്രാമിന് ഞാൻ ആങ്കർ ചെയ്യാൻ ചെന്നൊരു പ്രോഗ്രാമിന് പ്രയർ സോങ് കൂടി പാടേണ്ടി വന്നു. അപ്പോൾ അന്ന് ജയരാജ് സാറൊക്കെ ഉണ്ടായിരുന്ന ഒരു അവാർഡ് ഫംഗ്ഷനായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് സാർ എൻ്റെ ഒരു വോയിസ് കേൾക്കുന്നത്. പിന്നീട് സാറിനെ ഞാൻ ഫോണിലൂടെ അതെ പരിചയപ്പെട്ടു. അപ്പോൾ സാർ പറഞ്ഞു ഒരു പാട്ട് പാടി, ഏതെങ്കിലും ഇഷ്ടമുള്ള പാട്ട് പാടി അയച്ചു തരൂ, ഞാൻ കേൾക്കാം. അങ്ങനെയൊക്കെ ശരിക്കും ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ഞങ്ങൾ ഒരുമിച്ചാണ് ഡിഗ്രി ഒരുമിച്ച് പഠിച്ചത് ഒരു ക്ലാസ്സിൽ. വെരി ഗുഡ്. എന്നോട് പഠിച്ചല്ലോ അല്ലേ? അതറിഞ്ഞാൽ മതി. ഞങ്ങള് BCom ആയിരുന്നു പഠിച്ചത് ഒരുമിച്ച്. ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, ടാൻഡം എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു. പിന്നീട് അത് ഡെവലപ്പായി. ഗ്രാജുവേഷൻ കൂടെ എടുത്തു അല്ലേ? വെരി ഗുഡ്.
പിന്നെ ഡബിങ് എങ്ങനെ വന്നു നമ്മള്? ഡബിങ് ഞാൻ അതും പാട്ട് ചെറുതിലെ തൊട്ടേ പാട്ട് ഇഷ്ടമാണ്, പാട്ട് പഠിക്കുന്നുണ്ട്. ഏതാണ്ട് 5 വയസ്സ് തൊട്ട് കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നുണ്ട്. അത് അച്ഛൻ്റെ അമ്മയുടെയും നിർബന്ധവും അവരുടെ ഒരു താല്പര്യം കൊണ്ടാണ് പഠിച്ചത്. പിന്നീട് എന്ത് ചെയ്യണം, വല്ലപ്പോഴുള്ള പരിചയം വരുന്ന ആരെങ്കിലും വിളിച്ച് പ്രോഗ്രാംസ് ചെയ്യുന്നു എന്നല്ലാതെ പിന്നീട് അതിനപ്പുറം എന്ത് വേണം എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ബാലചന്ദ്ര മേനോൻ സാർ ഇടയ്ക്കിടയ്ക്ക് എന്നെ പ്രോഗ്രാംസിനൊക്കെ പാടാൻ വിളിക്കും. അപ്പോൾ സാർ എന്നോട് ചോദിച്ചു, അഖിലയുടെ നല്ല വോയിസ് ആണല്ലോ, ഡബ് ചെയ്തൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട് ഫോണിൽ സംസാരിച്ച സമയത്ത്. അപ്പോഴാണ് ഞാൻ ആലോചിച്ച് ശരിയാണ്, അതും നല്ലൊരു കാര്യം. ഞാൻ അന്ന് നമ്മളൊക്കെ ശ്രദ്ധിക്കുന്ന ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ വോയിസൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവരുടെ വോയിസ് കേൾക്കാനും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഡബ്ബിങ് നോക്കാം. അപ്പോഴാണ് എൻ്റെ അച്ഛൻ പൂജപ്പുരയൊക്കെ പരിചയമുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഡബ്ബിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്ന് അറിഞ്ഞു. അച്ഛൻ ടീച്ചറായിരുന്നു, റിട്ടയർ ചെയ്തു. ഗവൺമെൻറ് സ്കൂളിൽ ടീച്ചറായിരുന്നു, റിട്ടയർ ചെയ്തു. അച്ഛൻ കുറച്ച് പൊതുപ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്, അതും കല്യാണത്തിന് ശേഷമാണ് ഞാൻ ഈ ഡബ്ബിങ്ങിലേക്ക് വരുന്നതും. അപ്പോൾ പാട്ട് അങ്ങനെ വലിയ ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വിചാരിക്കുന്ന രീതിയിലൊന്നും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പാട്ട് പഠിക്കുന്നുണ്ട്, ചെറിയ പ്രോഗ്രാംസിന് പാടുന്നുണ്ട്, 1-2 റെക്കോർഡിങ്സ് ഒക്കെ പാടിയെന്നല്ലാതെ വലിയൊരു ഇതിലേക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഡബ്ബിങ്ങും എനിക്കിഷ്ടമുള്ളൊരു മേഖല തന്നെയാണ്. ഞാൻ വോയിസ് ഒത്തിരി ശ്രദ്ധിക്കാറുണ്ട്, പലരുടെയും പല ക്യാരക്ടേഴ്സിൻ്റെയും വോയിസ് ഡബ് ചെയ്തതൊക്കെ ശ്രദ്ധിക്കും. അപ്പൊ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ളത് എനിക്ക് പിന്നീട് തോന്നി. ശരിയാ. പക്ഷെ മോള് പാടിയ പാട്ട് മുഴുവൻ ഈച്ച് ആൻഡ് എവറി മലയാളിയുടെ മനസ്സിലുണ്ട്. അതിന് ശേഷമാണ് ഞാൻ പാടിയത്, ഡബിങ്ങിന് ശേഷം. ഓ അത് ശരി. പക്ഷെ പിന്നെ അതൊന്നും കേൾക്കുന്നില്ല അഖിലെ പറ്റി അല്ലേ? അതെന്നാ പറ്റുന്നത്? പിന്നീട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യില്ല. പിന്നീട് ഡബിങ് ഒക്കെ ഒത്തിരി മുമ്പാണ്, പാട്ട് ഈ സിനിമയിൽ പാടുന്നതിന് മുമ്പാണ്. പിന്നീടാണ് ഈ ഫസ്റ്റ് പാട്ട് പാടാനുള്ള അവസരം കിട്ടി. പിന്നീടും ജയരാജ് സാറിൻ്റെ തന്നെ ആനച്ചന്തം സിനിമയിൽ പാടി, ശ്യാമവാനിലേതെന്നൊരു പാട്ട്. പിന്നെ ഒരു വലിയൊരു ഗ്യാപ്പ്. ഇനി എന്ത് ചെയ്യും? 2 ഓപ്പർച്യൂണിറ്റി ജയരാജ് സാർ വന്നു. ഇനി അടുത്തത് എങ്ങനെയാ? എല്ലാവരുടെയും മുമ്പിൽ ഉണ്ടാവുന്നൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇനി അടുത്തത് എന്താണ്, അടുത്ത സ്റ്റെപ്പ്? നമ്മൾ ആരെങ്കിലും പോയി മീറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കുമോ? ഒരു കൺഫ്യൂഷനാണ്. പിന്നെ കുറച്ച് പാട്ട് പാടി, ചോക്ലേറ്റിൽ പാടി. പിന്നെ കുറേ ചെറിയ അധികം ശ്രദ്ധിക്കപ്പെടാത്ത സിനിമകളൊക്കെ പാടി. പിന്നെ 2010 എനിക്ക് നല്ലൊരു ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. എം ജയചന്ദ്രൻ സാറിൻ്റെ ഒരു പാട്ട് പാടി, 4 ഫ്രണ്ട്സ് എന്നാണ് സിനിമയുടെ. അത് ഞാൻ പാടാം. ദാസാറിന്റെ കൂടെയുള്ള ഒരു ഡ്യുവറ്റ് സോങ് ആണ്. ദാസാറിന്റെ കൂടെയും വിജയ് യേശുദാസിന്റെ കൂടെ, അച്ഛന്റെയും മോന്റെയും കൂടെ പാടി. അതെ, പാടും. എന്റെ ചിത്തിരത്താമരത്തുമ്പി നിന്റെ കുട്ടിക്കുറുമ്പെനിക്കിഷ്ടം, ഈലക്കൂട്ടിലേ കളിക്കൊഞ്ചലേ നിന്നെ പൊട്ടുകുത്തിക്കാൻ മൈന, കണ്ണുവാലിട്ടെഴുതാൻ തത്ത, വിരുന്നേകുവാൻ പിറന്നാൾ കിളി. ഇത് കേട്ടിട്ട് ദാസേട്ടനൊക്കെ എന്താ പറഞ്ഞേ? ദാസാറിനെ പിന്നെ എനിക്കറിയില്ല എന്താ പറഞ്ഞെന്നറിയില്ല. ഇല്ല, എന്തായാലും അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് വിചാരിക്കുന്നു. ഇപ്പൊ 3 എണ്ണത്തില് മോള് ഡയസിൽ കയറിയോ? ഒന്ന് ആങ്കർ ആയിട്ട്, ഒന്ന് പാട്ടുകാരിയായിട്ട്, ഒന്ന് ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട്. ഇതിലേത് ഏറ്റവും കംഫർട്ട്? പാട്ടുകാരി. ഞാനൊരു കാര്യം പറയട്ടെ, തനിക്ക് ഭയങ്കരമായിട്ട് ഒരു ആർട്ടിസ്റ്റിന് ചായ ഉണ്ട്. പറയട്ടെ, പണ്ടത്തെ ഒരു ഹീറോയിൻ സുമലത ഇല്ലേ, ലാൽ സാറിനോട് ഒക്കെ അഭിനയിച്ചില്ലേ, ചില വ്യൂലില്ലേ അഖിലെ കണ്ട? സത്യം മാത്രം പറയൂ, എനിക്ക് തോന്നിയത് പൊട്ടത്തരാണെന്നറിയില്ല. പക്ഷെ ഒരുപാട് പേര് പറയാറുണ്ട് അങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത്രയല്ല, പക്ഷെ ഈ ലുക്ക് അപ്പൊ പിന്നെ ഇച്ചിരി അഭിനയിക്കാൻ നോക്കിയൂടെ? ഷി വാസ് എ വെരി ഗുഡ് ആർട്ടിസ്റ്റ്. പിന്നെ എനിക്ക് നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ളൊരു എന്തൊരു സുന്ദരിയാന്നൊക്കെ തോന്നുന്ന ശരിക്കും അഭിനയിക്കാൻ ചാൻസ് വന്ന പോവാ?
ചാൻസ് വന്നിട്ടുണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. അന്ന് ഞാൻ ശരിക്കും പറഞ്ഞ ഈ പറഞ്ഞ പോലെ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ പാടാൻ ആരും വിളിച്ചില്ലെങ്കിലോ എന്നൊക്കെയുള്ള ഒരു ഭയങ്കര കൺഫ്യൂഷൻ ആണ് എപ്പോഴും. ചിലപ്പോ ലക്കായിട്ട് താൻ അഭിനയിക്കുന്ന പടത്തിലെല്ലാം താൻ പാടേണ്ടി വന്നാണ് എന്നാ പിന്നെ അത് നോക്കാം. ശ്യാം അഖിലെ നോക്കണ്ട, അഖില എന്റെ അടുത്ത് പറയൂ. ആക്ടിങ്ങോ? ആക്ടിങ് ഇഷ്ട? കുഴപ്പമില്ല. ഒരു വിഷമത്തോടെ പറയുന്നത് ശ്യാമ. എനിക്ക് ആക്ച്വലി ആക്ടിങ് വലിയ ഇഷ്ടമല്ല, പാട്ടാണ് ഇഷ്ടം. പാട്ടാണ് ഇഷ്ടം. അല്ല ചേച്ചി, ഇന്നത്തെ കാലത്ത് അഭിനയം ഇപ്പൊ ഇവിടെ ഒന്ന് വഴക്കൂടും. അല്ല ഇപ്പൊ മുമ്പൊക്കെ ഇങ്ങനെ പലരും വിളിച്ച സമയത്തൊക്കെ വേണ്ട വേണ്ട നമുക്ക് പാട്ട് പോരെ എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പൊ കുറച്ച് മാറിയിട്ടുണ്ട് ആള്. ഡിഗ്രിക്ക് കണ്ടപ്പോ അഖില എങ്ങനെ കണ്ടതാ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞേ. ഈ കോളേജ് പ്രേമൊക്കെ കേൾക്കാൻ ഭയങ്കര രസമാണ്. ഞാൻ MG കോളേജിൽ നിന്നാണ് വന്നത്. അപ്പോൾ അവിടെ അത്രയ്ക്ക് ഇങ്ങനെ പ്രേമിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ ഫുൾ ടൈം കോളേജ് പ്രേമിക്കാൻ പറ്റിയ സ്ഥലം പ്രീ ഡിഗ്രിക്ക് MG കോളേജ് ആരെങ്കിലും മൈൻഡ് അപ്പൊ ഫുൾ ടൈം ക്രിക്കറ്റ് കളിയും സിനിമ അങ്ങനെ ഇറങ്ങി നടക്കുകയായിരുന്നു. അപ്പൊ ഇവിടെ ടാൻഡത്തിൽ വന്നപ്പോ ഉദ്ദേശം തന്നെ ടാൻഡം കുറച്ച് പോഷായിരുന്നു, പ്രേമിക്കുക, അത് കൊള്ളാം, എനിക്ക് ഇഷ്ടമായിരുന്നു. എന്റെ ഉദ്ദേശം തന്നെ പ്രേമിക്കാനായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നു. അപ്പം വന്ന് ക്ലാസ്സിൽ വന്നപ്പോ തന്നെ അടുത്തിരുന്ന് രണ്ടുമൂന്ന് പറഞ്ഞു, ഏഷ്യാനെറ്റിലൊക്കെ എന്തോ പാട്ടൊക്കെ പാടുന്ന കുട്ടിയാണ്. അപ്പൊ പിന്നെ എപ്പോഴും ലവ് വന്നപ്പോഴാ? കുറച്ച് ഗ്രാജുവലി പിന്നെ ഞാൻ ദൂരെയായിരുന്നു, പിന്നെ അടുത്ത് ബാക്കില് അങ്ങനെയൊക്കെ കറങ്ങി ശ്യാമ നാണം കിട്ടിയ പ്ലീസ് വേണ്ടോ. പിന്നെ ആരാദ്യം പറഞ്ഞു? നാച്ചുറൽ ശ്യാം തന്നെ. ആദ്യം കൊറേ കറങ്ങി ഇങ്ങനെ, ഒരു രക്ഷയില്ല, എല്ലാ സ്ഥലത്തും കൊണ്ടുവിടും. ഞാൻ ഏത് ബസ് കയറിയാലും കെയറിങ് ആയിരുന്നു അല്ലേ? ഞാൻ ടിക്കറ്റ് എടുക്കുമായിരുന്നു, എന്റെ കൈ കാച്ചില്ല. ഇതൊക്കെ ഞാൻ ശരിക്കും സിനിമയിലാട്ടോ ശരിക്കും ഇങ്ങനെ കണ്ടേക്കുന്നത്. എന്റെ കയ്യിൽ കാശില്ലെങ്കിലും മൗക്കുവിന്റെ ടിക്കറ്റ് ഒക്കെ ഇംപ്രസ് ചെയ്യാ അല്ലേ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ദിവസം എത്ര ടിക്കറ്റ് എടുക്കും ബസ്സിൽ? അങ്ങനെ എടുത്തിട്ടുണ്ടോ? കാര്യം മാത്രമേ ചോദിച്ചോളൂ. അല്ല അഥവാ അഖില വണ്ടി കയറിയില്ലെങ്കിൽ ടിക്കറ്റ് എടുത്ത സന്ദർഭം. ഓക്കെ, എന്നിട്ട് ചെന്നിട്ട് എന്താ അഖിലോട് പറഞ്ഞ എനിക്കിഷ്ട കല്യാണം കഴിക്കാൻ ഇഷ്ടമാന്നൊക്കെ പറഞ്ഞു. പിന്നെ കല്യാണമല്ല ഇഷ്ടമാണെന്ന് പറയണല്ലോ. പിന്നെ ഗ്രാജുവലി നമ്മൾ അടുത്ത് കഴിഞ്ഞപ്പോ പിന്നെ അങ്ങനെ അത് ഗ്രാജുവലി ഡെവലപ്പ്. ഓക്കെ, അപ്പൊ ശ്യാം അവിടെ നിൽക്കട്ടെ. ഇദ്ദേഹത്തെ എപ്പോ ശ്യാമിനെ നോട്ട് ചെയ്യാൻ തുടങ്ങിയത്? വലിയ ഡിമാൻഡ് ഇട്ട് പറയുന്നത് സത്യമേ പറയാവുള്ളൂ. ക്ലാസ്സിൽ വരുമ്പോ തന്നെ ഒരു അലമ്പ്, അങ്ങനെ ഇൻട്രസ്റ്റ് ലുക്ക് അല്ല ഇത് എന്താണ് ഒരു കേട്ടോളൂ കേട്ടോ. മൊത്തത്തിലൊരു ബഹളമാണ് ക്ലാസ്സില്. കുറച്ച് പേര് അവര് ഒരു കാര്യം ചോദിക്കാം, പ്രേമിച്ചു ഭയങ്കര അലമ്പാന്ന് പറഞ്ഞേ, ഭർത്താവായി കുടുംബനാഥനൊക്കെ ആയ പിന്നെ അലമ്പുണ്ടോ? അലമ്പ് സീരിയസ് അല്ല കേട്ടോ. ഞാൻ ചോദിച്ച സീരിയസ് ചോദ്യവാ. അങ്ങനെ അലമ്പല്ല, ഇപ്പോഴും സീരിയസ് ആയിട്ട് ഒരു കാര്യവും സംസാരിക്കാൻ കൊള്ളില്ല. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം തന്നെ, എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞാൽ അത് മറന്നിട്ട് വരും. അപ്പൊ ഞാൻ ചോദിക്കും, അത് വാങ്ങിച്ചാലല്ലേ നമ്മുടെ ആവശ്യം നടക്കുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അടുത്തത് അങ്ങനെ വാങ്ങിച്ചോണ്ടല്ലോ. എനിക്ക് ഇത്രയും ഒരു 5 കാര്യം പറഞ്ഞാൽ ഒരു 3 കാര്യം മേടിക്കും. 2 കാര്യം അല്ല, അപ്പൊ ഫോൺ വല്ല വന്നാൽ അതുകൊണ്ട് ഫോണാ അവരുടെ ജോലിയുടെ ഭാഗമാണ്. പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങൾ? ഇനി ഏതാ പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്ന മോളെ? ഇപ്പം റീസെൻ്റ്ലി സിനിമകളൊന്നും പാടിയിട്ടില്ല, പക്ഷേ അല്ലാതെ ആൽബം സോങ്സ് പാടുന്നു, ഡിവോഷണൽ റെക്കോർഡിങ്സ് ഉണ്ട്, പിന്നെ ഷോസ് ഉണ്ട്, ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ആങ്കറിംഗ് പോകുന്നില്ല ഇപ്പം? ഇപ്പോൾ ഞാനിപ്പം മ്യൂസിക് ഷോസൊക്കെയാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ആരെങ്കിലും വിളിച്ചാൽ ഞാൻ ചെയ്യും, അങ്ങനെ ചെയ്യുന്നില്ല എന്നൊന്നുമില്ല. അങ്ങനെ ഒത്തുവരികയാണെങ്കിൽ ഒരു പ്രോഗ്രാം ചെയ്യും, അത്രേ ഉള്ളൂ. അതിനായിട്ട് അങ്ങനെ നോക്കുന്നില്ല. നമ്മളെ ഇത് മലയാളത്തിലല്ലാതെ നമ്മൾ തമിഴിലോ തെലുങ്കിലൊക്കെ പാടിയിട്ടുണ്ട്? ഞാൻ തമിഴിൽ പാടിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും അത്ര ശ്രദ്ധിക്കപ്പെടുന്ന പാട്ടുകളൊന്നും പാടിയിട്ടില്ല. ഇപ്പോൾ ഒരെണ്ണം പാടിയിട്ടുണ്ട്, അതിന്റെ റിസൾട്ട് വരാനിരിക്കുന്നേ ഉള്ളൂ. ആ സിനിമയുടെ പേരൊന്നും ആയിട്ടില്ല, ജസ്റ്റ് റെക്കോർഡ് ചെയ്തു,
അതിന്റെ വർക്കുകൾ ഇങ്ങനെ നടക്കുന്നു. ഇത് ഓക്കെ ഇല്ലായിരുന്നു വെച്ചോ, ആങ്കറിങ് ഇല്ല, പാട്ടില്ല, ഒന്നുമില്ലെങ്കിൽ എന്താവാനായിരുന്നു ഇഷ്ടം? അയ്യോ അങ്ങനെ അങ്ങനെ മിക്കവാറും ടീച്ചർ ആവുമായിരുന്നല്ലേ? അയ്യോ വീട്ടില് എല്ലാരും ടീച്ചിങ് പ്രൊഫഷൻ, അച്ഛനും പിന്നെ എനിക്കൊരു ചേച്ചി ഉള്ളത്, ചേച്ചി ടീച്ചറാണ്. അതുകൊണ്ട് അഖിലം അത് നോക്കുന്നുണ്ടോ? അല്ലല്ലോ. അല്ല, ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സർവീസിൽ വല്ലതും ആയിരിക്കാം ചിലപ്പോ ജോലി. ശ്യാമിന്റെ വീട്ടിലായിരിക്കും ഒരാളേ ഉള്ളൂ? സിബ്ലിങ്സ്? ട്വിൻ ബ്രദറാണ്. ട്വിൻ ബ്രദർ, ഓക്കെ. ഭയങ്കര ട്വിൻ. അത് ഓ ഓക്കെ. എന്താ ചെയ്യാ അദ്ദേഹം? എന്താ ചെയ്യാ? പുള്ളി ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ വർക്ക് ചെയ്യുന്നത്, ഫോറിൻ എക്സ്ചേഞ്ചിലാണ്, മാരീഡ് ആണ്, കുട്ടിയുണ്ട്. ഇതില് മൂത്ത ആളെയൊന്നും ചോദിക്കാൻ ഒക്കെയല്ലേ? എനിക്കൊന്ന് പ്രേമ 1 മിനിറ്റ്. പ്രേം എന്നാണ് മറ്റേ ആളുടെ പേര്. ശ്യാം. ശ്യാം രണ്ടാമതോ? ശ്യാമാണ് ഇളയാള്. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്സ് ഒക്കെ ആയിരിക്കും അല്ലേ? ഒരു മിനിറ്റ് അമ്മ പറഞ്ഞല്ലേ? ഓക്കെ. വീട്ടിൽ തല ഉണ്ടാക്കുമോ നിങ്ങള്? തലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇല്ല. ഇപ്പം കല്യാണം കഴിപ്പിച്ചൊക്കെ വിട്ടപ്പോ നിങ്ങൾ മെച്ചോടെ കൊറേ നേരമായിട്ട് ഞാൻ ഭക്ഷണം മണം ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും, അപ്പൊ എന്നെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒറ്റ കാര്യം കൂടെ ഉണ്ട്. ഒരു ഡിവോഷണൽ സോങ് കൂടെ പാടോ? അശ്യോ, അതിപ്പോ ഇത് പാടിയാലേ ഞാൻ ആദ്യം പാടിയൊരു CD ഉണ്ട്, കൃഷ്ണാർപ്പണം എന്നാണ് പേര്. സിനിമയിലൊക്കെ പാടുന്നതിന് മുമ്പാണ് പാടിയത്. അതിലെ ഒരു 4 വരി പാടാം. ഇപ്പൊ ഓർമ്മ വരുന്ന വരികൾ എനിക്ക് ഓർമ്മ വരുന്നത് പോലെ പാടാം. ഏകാദശിയുടെ രാവിലിൻ മനസ്സൊരു നീലക്കടമ്പായി പൂത്തുലഞ്ഞു, യദുകുലനാഥന്റെ മുരളീഗാനമതിൽ സ്വരരാഗസുധയായി പെയ്തിറങ്ങി. എന്തായാലും ഞാൻ വാക്ക് പറഞ്ഞ പോലെ ഞാൻ ഇപ്പൊ കല്യാണം കഴിയുന്ന സമയത്തൊക്കെ നല്ല വണ്ണം ഉണ്ടായിരുന്നു. അത് ഞാനല്ല കാരണം. വണ്ടി കൊടുത്ത് തട്ടി മേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അത് അല്ല, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആണല്ലോ ജിമ്മ്. ആഹാരം കൊടുക്കാൻ നല്ല ഇംപ്രഷനാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ശ്യാമ മതി, വണ്ടി കൊടുത്ത് അടി മേടിച്ചല്ലോ, കഴിക്കൂ. ശ്യാമ എങ്ങനെയുണ്ട്? ഇഷ്ടായോ? ഇതൊരു സ്പെഷ്യലാണ്, നമ്മുടെ ഇവിടെ ഒന്നും കിട്ടുകയല്ല. എന്താണ് ഇതിനകത്ത്? ചിക്കൻ ഉണ്ട്, പിന്നെ ഇതൊരു കുൽച്ചയാണ്, നമ്മുടെ ചപ്പാത്തി മാവ് വെച്ച് ചെയ്ത സ്പെഷ്യൽ കുൽച്ച. ആ കുൽച്ചക്കകത്ത് പനീറുണ്ട്. ഇതിനകത്ത് ഫില്ലിംഗ് ചിക്കൻ ആണ്. ചിക്കൻ കുൽച്ച റോള് സ്പെഷ്യലാ. അത് വെളിയിലൊന്നും മേടിക്കാൻ കിട്ടുകയല്ല, നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുത്തേ ഒക്കത്തുള്ളൂ. എന്തായാലും ഇത് ഉണ്ടാക്കും. ഷാമേ, കിട്ടി കഴിഞ്ഞ ഉടനെ എന്നെ ഒന്ന് വിളിച്ചു പറയാം പ്ലീസ്. ഏതാ ഇഷ്ടം? അവന് ചിക്കൻ, പ്രോൺസ് ഇതൊക്കെയാണ് ഇഷ്ടം. നോൺ വെജ് നോൺ വെജ് ഇഷ്ടം? വെജിറ്റേറിയൻ കുറവാണ്. ഇപ്പൊ താല്പര്യം കുറവാണ്, പക്ഷെ അത് പാടില്ലല്ലോ. പറയാൻ പറ്റും ദിവസവും പാടില്ല പാടില്ല, പക്ഷെ അത് കണ്ട ആരാ കഴിക്കാത്തല്ലേ? എല്ലാരും കഴിക്കും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവന്റെ ക്ലാസ്സിലെ കുട്ടികളും ഒക്കെ ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാ. എല്ലാരും ചിക്കൻ കാര്യമില്ല. പിന്നെ കൊറേ ഒക്കെ പറഞ്ഞു കൊടുക്കാമെന്നേ ഉള്ളൂ. അല്ല സ്കൂളിൽ കൊടുത്തു വിടുന്നത് അതുപോലെ തിരിച്ചു കൊണ്ടുവരിക. വെജ് ആണെങ്കിൽ എന്താണെങ്കിലും അങ്ങനെയൊന്നും കഴിക്കുകയില്ല. കുട്ടികളുടെ കൂടെ ഇല്ല, ആ സമയത്തും കൂടെ. അന്നേരം അപ്പം ചീത്ത പറയോ? ഇല്ല, വഴക്കൊന്നും പറയല്ല. എനിക്ക് സീരിയസ്നെസ് കുറവാന്ന് പറഞ്ഞില്ല. അന്നേരം അഖില വഴക്ക് പറയോ? എനിക്ക് തോന്നുന്നു ഞാനാണ് കുറച്ചെങ്കിലും തല്ലിയിട്ടുണ്ടോ കൊച്ചിനെ? ചെലപ്പോ കൊടുക്കും. ഇങ്ങനെ നെല്ലിപ്പലക കാണുന്ന ചില അവസരങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അറിയാതെ നമുക്ക് കൊടുക്കേണ്ടി വരും. കൺട്രോള് പോയി കൊടുക്കുന്ന. ഓക്കെ, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഗായികയാര്? ഐ മീൻ പാടുന്ന ഇഷ്ടപ്പെട്ട മലയാളത്തിലാണെങ്കിൽ
ഒരുപാട് പേരുണ്ട്. എല്ലാവരും നമ്മൾ പണ്ടേ പാടിയ ജാനകിയമ്മ, സുശീലാമ്മ, പിന്നെ ചിത്ര ചേച്ചി, സുജാ ചേച്ചി, എല്ലാവരെയും എനിക്കിഷ്ടമാണ്. പിന്നെ പുതിയ സിംഗേഴ്സിൽ ശ്രേയ ഘോഷാൽ, പിന്നെ ശ്വേത, അങ്ങനെ എടുത്തു പറയാൻ പറ്റില്ല, എല്ലാവരും എനിക്കിഷ്ടമാണ്. മഞ്ജരി, എല്ലാവരുടെ സിംഗിങ് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. സ്റ്റേജ് പ്രോഗ്രാംസിൽ ആരുടെയാ കൂടുതലും പാടിയിരിക്കുന്നത്? അങ്ങനെയില്ല, അങ്ങനെ സെലക്റ്റഡ് ആണ്. ജാനകിയമ്മയുടെ ഒക്കെ പാടിയിട്ടില്ലേ? എല്ലാവരുടെയും പാട്ട് അങ്ങനെ സെലക്ട് ചെയ്ത് പാടാറില്ല. ഇല്ല. ഇപ്പൊ സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ ഓഡിയൻസ് പറയോ, റിക്വസ്റ്റ് ചെയ്യോ ഇന്നത് വേണം? അങ്ങനെയുള്ള ഓഡിയൻസും ഉണ്ട്. പഴയ പാട്ടുകൾ മാത്രം ഇഷ്ടപ്പെടുന്ന ഓഡിയൻസും ഉണ്ട്. എന്നാൽ അടിപൊളി പാട്ടുകൾ വേണം എന്ന് മാത്രം പറയുന്ന ഓഡിയൻസും ഉണ്ട്. അപ്പൊ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലായിരിക്കും ഒരു പ്രോഗ്രാം മുമ്പോട്ട് പോകുന്നത്. നമുക്ക് കുറച്ചാകുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ. അത് കറക്റ്റ്. പഴയ പാട്ടുകളൊന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഏതായിരിക്കും പെട്ടെന്ന് മനസ്സിൽ വരുന്നത്? അവിടുന്നെൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാനെന്തൊരു നാണം, വെളിയിൽ വരാനെന്തൊരു നാണം. ശ്യാമൻ, അഖിലയ്ക്ക് മെലഡിയാണോ ഏറ്റവും കൂടുതൽ പാടിയാ യോജിക്കുന്നത്, അതോ മറ്റേ അടിപൊളി സോങ്? മെലഡി മറ്റേ അടിപൊളി ഒക്കെ എനിക്ക് മെലഡി ഇഷ്ടം. അതെ അതെ, ഒരു ബോഡി ലാംഗ്വേജ് എല്ലാത്തിനും മെലഡിയാണല്ലോ. അതാ ഒരു ഇഷ്ടം. എനിക്ക് തോന്നുന്നു ബേസിക്കലി ശ്യാമിന് ഒരു നാടൻ പെൺകുട്ടിയൊക്കെ ഇഷ്ടം. അല്ലേ? അടിച്ചുപൊളി പെൺകൊച്ചിനെ ഇത് മതി, ഇത് മതി, ഇനി കൂടുതലൊന്നും പറയാനില്ല. ഇത് തന്നെ ധാരാളം. കോമഡിയാണ്, മൊത്തം പൊളിഞ്ഞു. ഈ കുറച്ച് ഇങ്ങനത്തെ റോൾ ടൈപ്പ് ഫുഡ്സ് ഒരുപാട് കഴിക്കും വെളിയിൽ നിന്ന്. ഷവർമ ആയാലും ഒരുപാട് പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന കൂട്ടത്തിലാണ്. ഷവർമ, ഇപ്പൊ സബ്വേ, എല്ലായിടത്തും പോയിട്ട് കഴിക്കും. അപ്പൊ എനിക്ക് ഇങ്ങനത്തെ ഈ കുൽച്ച, ഈ തന്തൂർ ഐറ്റംസ് എല്ലാം കൂടെ വെച്ചിട്ടുള്ള ഇത് വളരെ ഡിഫറെന്റ് ആയിട്ട് തോന്നി. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ മയണൈസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇല്ല, മയണൈസ് ഒന്നുമില്ല. ഹെൽത്തി ആയിട്ടുണ്ട്, ഹെൽത്തി കൂടിയാ. അതുകൊണ്ട് മൈദ ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചപ്പാത്തി കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ തീർച്ചയായിട്ടും, പിന്നെ എളുപ്പ സ്കൂളിൽ കൊടുത്തു വിടാൻ പറ്റിയ സാധനമാണ്. പക്ഷെ രാവിലെ 9 മണിക്ക് കൊച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഒരു 5 o'clock എണീറ്റാ മതി. അത്ര അപ്പൊ എന്റെ 7:30 അഖില നല്ല. പക്ഷെ അഖിലേക്ക് നല്ലൊരു കുക്ക് ചെയ്യാൻ അറിയാലോ, പിന്നെ സ്പീഡിലാവാനേ ഉള്ളൂ. കുക്ക് ചെയ്യും. ശ്യാമിനി ഒന്നും പറയരുത്, കുക്ക് ചെയ്യും. ഇത് മതി. എന്തായാലും എന്റെ ഷോയിൽ വന്ന് ഇത്രയും എന്താ പറയാ ബഹളമൊക്കെ വെച്ച് എനിക്കിഷ്ടട്ടോ ഇങ്ങനെ വർത്താനം പറയാന്. ഇങ്ങനെ വർത്താനം പറയുന്നവരോട് നമുക്ക് കൂടുതൽ ചോദിക്കാനും ഒക്കെ ഇഷ്ടം. പക്ഷെ ചോദ്യത്തിന് ചേച്ചി, ഞങ്ങള് പ്രോഗ്രാംസ് കാണുമ്പോൾ ഞങ്ങൾ തന്നെ പറയാറുണ്ട്, അയ്യോ എന്തൊരു പാലയാണോ? പാലല്ല, കോട്ടയം. കോട്ടയംകാരിയുടെ ഒരു എല്ലാ ഇച്ചിരി ഭയങ്കര നാച്ചുറൽ ആങ്കറിങ്ങും നാച്ചുറൽ ആയിട്ട് എല്ലാ സംഭവങ്ങളും പറയുന്ന ഒരു മോളെ. അതെനിക്ക് എന്നാന്നറിയോ, ബേസിക്കലി എനിക്കുണ്ട്. എന്നാന്ന് വെച്ചാൽ ഞാൻ എന്നാന്നോ അത് മതി എനിക്ക്. നല്ലൊരു കാര്യം, നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോ അത് ഇഷ്ടത്തോടെ കാണാനും തോന്നും. ഭയങ്കര സന്തോഷം ഇങ്ങനെ ഒരു ഷോയില് വരാൻ പറ്റി, ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡ് കഴിക്കാൻ പറ്റി. ഒരുപാട് സന്തോഷം. താങ്ക് യു മോളെ, എന്റെ ഷോയിൽ വന്നതിന് സ്പെഷ്യൽ താങ്ക്സ്. ശ്യാമിന് സ്പെഷ്യൽ താങ്ക്സ്. പ്രേമനോട് അന്വേഷണം പറയണം. പക്ഷെ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ എനിക്കൊരു പാട്ട് തന്നേ പറ്റൂ. പിന്നെ തീർച്ചയായിട്ടും ഒരു പാട്ട് പാടി. ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തുവോ, സ്വർണമല്ലിപ്പൂവുതിർന്നുവോ, പ്രിയ ഗ്രാമ കന്യ കണ്ടുണർന്നുവോ, കുങ്കുമപ്പൂത്താലം കതിരോന്റെ പൊന്നുകോലം, കുങ്കുമപ്പൂത്താലം കതിരോന്റെ പൊന്നുകോലം, കണ്ടു കൊതി പൂണ്ടോ ഗജരാജ മേഘജാലം.